വിശദമായ വാർത്തകളിലേക്ക്. മുൻ മന്ത്രിയും ലീഗിന്റെ മുതിർന്ന നേതാവുമായ ചെർക്കളം അബ്ദുള്ള അന്തരിച്ചു. ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കാസർഗോട്ടെ വസതിയിലായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി സണ്ണി ചേരുകയാണ്. സണ്ണി, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം? പ്രിയ, ഇന്ന് രാവിലെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളും മുൻമന്ത്രിയും ലീഗിന്റെ ഒക്കെയായിട്ടുള്ള ചെർക്കളം അബ്ദുള്ള മരണപ്പെടുന്നത്. ചെർക്കളയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ ഇന്ന് രാവിലെ 8:20 മരണം. കഴിഞ്ഞ 22 ദിവസമായി അദ്ദേഹം മംഗലാപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. AK ആന്റണിയുടെ മന്ത്രിസഭയിൽ 2001 മുതൽ 2004 വരെ മന്ത്രിസഭയിൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ഇക്കാലത്ത് ശ്രദ്ധേയമായ ഭരണ നേട്ടങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എറണാകുളത്തെ 3 ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോശ്രീ പാലത്തിന്റെ നിർമ്മാണം, അതുപോലെ ഇന്ന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കുടുംബശ്രീയുടെ തുടക്കം അദ്ദേഹം തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരിക്കുമ്പോഴാണ്. അതുപോലെ കേരള പിന്നോക്ക ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ പദവികളിലും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 1987 മുതൽ 19 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം മഞ്ചേശ്വരത്തു നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ യുവജന ഫെഡറേഷനിലും വിദ്യാർത്ഥി അതുപോലെ യുവജന സംഘടനകളിൽ പ്രവർത്തിച്ചാണ് അദ്ദേഹം പടിപടിയായിട്ടാണ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നത്. കാസർഗോഡ് ജില്ല കേരളത്തിന് സംഭാവന ചെയ്ത പ്രമുഖ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളെന്ന് ചെർക്കളം അബ്ദുള്ളയെ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹം അവിഭക്ത കണ്ണൂർ ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി 1972 തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് കാസർഗോഡ് ജില്ല നിലവിൽ വന്നപ്പോൾ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി. 88 അദ്ദേഹം ജില്ലാ ജനറൽ സെക്രട്ടറിയായി. 2002 മുതൽ കഴിഞ്ഞ വർഷം വരെ അദ്ദേഹം ആരോഗ്യം സ്ഥിതി മോശമായതുവരെ അദ്ദേഹം ജില്ലാ പ്രസിഡന്റായി തുടർന്നു. STUവിന്റെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ STUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ആയിരുന്നു. അതോടെ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ദേശീയ കൗൺസിൽ അംഗവും അതുപോലെ സംസ്ഥാന ട്രഷററുമായി പ്രവർത്തിച്ചു വരികയാണ്. മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന് കബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ആശുപത്രിയിലായിരുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളും ദേശീയ ഭാരവാഹികളും ഒക്കെ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മുസ്ലിം ലീഗ് അനുഭാവികളെയും അതുപോലെ പൊതുസമൂഹമാകെ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രിയ സണി, എത്ര മണിയോടെ ഇന്ന് തന്നെ കബറടക്കം ഉണ്ടാകുമോ? അതുപോലെ തന്നെ ഇപ്പോൾ മൃതദേഹം സ്വവസതിയിലാണ്, അവിടേക്ക് നേതാക്കൾ അടക്കമുള്ളവർ എത്തിക്കൊണ്ടിരിക്കുകയാണോ? അദ്ദേഹം അല്പസമയം മുമ്പാണ് മരണപ്പെട്ടത്. നേതാക്കൾ ഉൾപ്പെടെ കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് സന്ദർശനം അടങ്ങിയ ഉടനെയായിരുന്നു മരണം. ഇപ്പോൾ അദ്ദേഹത്തിന് ജില്ലയിലെ പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുസ്ലിം ലീഗിന്റെ അനുഭാവികളും പൊതുസമൂഹത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ആദരണീയനായ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ്, മുൻ മന്ത്രി എന്ന നിലയിലെല്ലാം ജനങ്ങളുടെ വലിയ അംഗീകാരം നേടിയിട്ടുള്ള ഒരു നേതാവാണ് ചെർക്കളം അബ്ദുള്ള. അദ്ദേഹത്തിന്റെ കബറടക്കം സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ സൂചിപ്പിച്ചത് ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വമായി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുമെന്നാണ്. ഇന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. കാരണം അദ്ദേഹം കുറെ കാലമായി ചികിത്സയിലായിരുന്നു എന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തിനെ സന്ദർശിക്കാനൊക്കെ അവസരങ്ങൾ ഉണ്ടായതുകൊണ്ടും മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ ഇന്ന് തന്നെ കബറടക്കം ഉണ്ടായേക്കും. പക്ഷേ അന്തിമ തീരുമാനം ബന്ധുക്കളും പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അത് അല്പസമയത്തിൽ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പ്രിയ സണി, അദ്ദേഹം ആ നാട്ടിലെ ഒരു സമുന്നതനായ നേതാവാണ്, ജനപ്രിയ നേതാവാണ്. ഈ അദ്ദേഹത്തിന്റെ മരണത്തെ അവിടുത്തെ പ്രദേശവാസികൾ എങ്ങനെയാണ് എടുക്കുന്നത്? തീർച്ചയായിട്ടും ചെർക്കളം അബ്ദുള്ള കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അത് സംസ്ഥാനത്ത് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിന് അദ്ദേഹത്തെ നിറഞ്ഞു നിന്നിരുന്നു. 4 തവണ തുടർച്ചയായിട്ട് ഒരു മണ്ഡലത്തിൽ പ്രത്യേകിച്ച് മഞ്ചേശ്വരം പോലുള്ള നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ അദ്ദേഹത്തിന്റെ സംഘാടക മികവും അദ്ദേഹത്തിന്റെ ജനപ്രീതിയുമാണ്. ഒടുവിൽ 1996 അദ്ദേഹം CPM-ലെ CH കുഞ്ഞമ്പനോട് പരാജയപ്പെടുന്നത്. പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. കുറച്ചു കാലം, ഒരു പതിറ്റാണ്ട് കാലമായി അദ്ദേഹം വിവിധ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയായിരുന്നു. പക്ഷേ ചികിത്സയിലായിരുന്നപ്പോഴും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹം അത്യാവശ്യം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതുപോലെ സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ അനാരോഗ്യ സ്ഥിതിയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കായിരുന്നു. ഉജ്ജ്വലനായ ഒരു പ്രാസംഗികൻ, രാഷ്ട്രീയത്തിൽ സംബന്ധിച്ചുള്ള നല്ല പാണ്ഡിത്യം എന്നീ കാര്യങ്ങളിലൊക്കെ, അതുപോലെ തന്നെ അദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വ നിലയിലുള്ള ഒരാളെ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹം കാസർഗോഡ് സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റാണ് മരിക്കുമ്പോഴും. അതുപോലെ സുന്നി ഫെഡറേഷന്റെ ജില്ലാ ചെയർമാനാണ്. അതുപോലെ വിവിധ മുസ്ലിം പള്ളികളുടെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകി വരുന്നു. ആ നിലയിൽ സമുദായത്തിനും
പൊതുവെ കാസർഗോഡ് ജില്ലയുടെ പൊതുവായ വികസനത്തിനും വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ചെർക്കള അബ്ദുള്ളയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കാസർഗോഡിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു നഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് കാസർഗോഡിന്റെ ഒരു നേതൃത്വ നിലയിലുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊക്കെ വലിയൊരു നഷ്ടമാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം കാസർഗോഡിലെ ജനങ്ങളെ ഒന്നാകെ വേദനിപ്പിക്കുന്നു എന്നുള്ളൊരു സത്യം ഓർക്കേണ്ടതുണ്ട്. പ്രിയ, മുൻമന്ത്രിയും ലീഗിന്റെ മുതിർന്ന നേതാവുമായ ചെർക്കളം അബ്ദുള്ള അന്തരിച്ചു. ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കാസർഗോട്ടെ വസതിയിലായിരുന്നു അന്ത്യം. വിവരങ്ങളാണ് സണ്ണി നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അമ്പലപ്പുഴ കരൂരിൽ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. ഒരു പോലീസുകാരി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. കൊട്ടിയത്തുള്ള പോലീസ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം. ഇക്കഴിഞ്ഞ ജൂൺ മാസം മുതൽ കൊല്ലം കൊട്ടിയത്ത് നിന്നും കാണാതായ ഹസീനയെ അങ്കമാലിയിൽ നിന്നും കണ്ടെത്തി കൊട്ടിയത്തേക്ക് മടക്കി കൊണ്ടുവരുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കൊട്ടിയം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥ ശ്രീകല മരണപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിസാറിനെ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അങ്കമാലിയിൽ നിന്നും പിടികൂടിയ ഹസീനയും ഡ്രൈവർ നൌഫലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. അപകടത്തിൽ മരണപ്പെട്ട 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. പുലർച്ചെ 4:30 ദേശീയപാതയിൽ അമ്പലപ്പുഴ കരൂരിലായിരുന്നു അപകടം. എതിരെ വന്ന കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിസരത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എങ്ങനെയാണ് ഇത്ര വലിയൊരു അപകടമുണ്ടായത്? പ്രിയ, പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നിസാറിനെ ഇപ്പോൾ എറണാകുളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മാറ്റിയിരിക്കുകയാണ്. വളരെയധികം ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ എറണാകുളത്തോട്ട് മാറ്റിയത്. പുലർച്ചെ 4:30 മണിയോടുകൂടിയാണ് അപകടം അമ്പലപ്പുഴയ്ക്ക് സമീപം പുറക്കാട്ടുണ്ടായത്. ദേശീയപാതയിൽ എറണാകുളം ഭാഗത്ത് നിന്നും കൊട്ടിയത്തേക്ക് വരികയായിരുന്നു കാണാതായ ഹസീനയും കയറ്റി ഉള്ള പോലീസ് സംഘം. ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ഒരു കണ്ടെയ്നർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ കണ്ടെയ്നർ ലോറി കാറിന്റെ വരവ് കണ്ട് മാക്സിമം ഒലിക്കുമെങ്കിലും ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് അപകടം സംഭവിച്ചതെന്നാണ് നാട്ടുകാരും മറ്റും പറയുന്നത്. പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനും മണിക്കൂറുകൾ വേണ്ടി വന്നു. ആദ്യം നാട്ടുകാരൊക്കെ തന്നെയാണ് രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടത്. പക്ഷേ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലൂടെ പൂർണ്ണമായിട്ടും ഇവരെ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒടുവിൽ ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്നാണ് ഇവരെയൊക്കെ തന്നെ രക്ഷപ്പെടുത്തിയത്. ഇവരുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ ആലപ്പുഴ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഗുരുതരമായി പരിക്കേറ്റ പോലീസുകാരനെ എറണാകുളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അമ്പലപ്പുഴ കരൂരിൽ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചിരിക്കുകയാണ്. മരിച്ചവരിൽ ഒരു പോലീസുകാരിയുമുണ്ട്. ഇതിന്റെ വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. ഇടവേള. കുട്ടിയോട് അമ്മയുടെ ക്രൂരത. 10 വയസ്സുകാരനെ ദേഹമാസകലം അമ്മ പൊള്ളലേൽപ്പിച്ചു. കണ്ണൂർ മാതമംഗലം കുറ്റൂരിലാണ് സംഭവം. ദൃശ്യങ്ങൾ പീപ്പിളിന് ലഭിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് സംഭവം? പ്രിയ, കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്തിനടുത്ത കുറ്റൂരിൽ സുവിശേഷപുരത്താണ് കൊടും ക്രൂരത അരങ്ങേറിയത്. 10 വയസ്സുകാരനായ കുട്ടിയെ അമ്മ മാരകമായി പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. ചട്ടുകം പഴിപ്പിച്ചു വെച്ചാണ് പൊള്ളിച്ചത്. കുട്ടി അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ് േണ്ടി വന്നത് എന്നാണ് അമ്മ പറയുന്നത്. ആദ്യം ആരും അറിഞ്ഞിരുന്നില്ല. പ്ലാസ്റ്റിക് കത്തിച്ച പൊള്ളൽ എന്ന് പറഞ്ഞ് സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പിന്നീട് വീട്ടിൽ നിന്ന് പച്ചമരുന്ന് കൊണ്ട് ചികിത്സിക്കുകയാണ് ചെയ്തത്. എന്നാൽ ചില നാട്ടുകാർ ഈ വിവരം അറിഞ്ഞ് വീട്ടിലെത്തി കുട്ടിയെ സന്ദർശിച്ചപ്പോൾ കുട്ടി തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു. അമ്മ പൊള്ളലേൽപ്പിച്ചതാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഈ കുട്ടിയെ വീട്ടിൽ നിന്നും അച്ഛന്റെ അമ്മ, അതായത് കുട്ടിയുടെ മുത്തശ്ശി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെയാണ് താമസിപ്പിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇതിന്റെ ദൃശ്യങ്ങൾ ചില നാട്ടുകാർ പകർത്തുകയും ചെയ്തു. കുട്ടി അതിൽ വ്യക്തമായും തന്നെ അമ്മ പൊള്ളലേൽപ്പിച്ചതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചൈൽഡ് ലൈനിലും പോലീസിലും നാട്ടുകാർ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രാവിലെ തന്നെ
ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി വീട്ടിലെത്തി പോലീസിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കേസെടുക്കും എന്നാണ് പോലീസ് ഇപ്പോൾ പെരിങ്ങോം പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ ചൈൽഡ് ലൈൻ പ്രവർത്തകരും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ ക്രൂരമായി തന്നെയുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടിക്ക് പുറത്തും കൈക്കുമെല്ലാം തന്നെ മാരകമായി പൊള്ളലേറ്റിട്ടുണ്ട്. പ്രിയ, സന്തോഷ്, സ്വന്തം കുഞ്ഞിനോടാണ് ഒരമ്മ ഇത്തരത്തിലൊരു ക്രൂരത കാട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിരിക്കുന്നത് ഇതിനു മുൻപും അവർ ഈ രീതിയിൽ കുട്ടിയോട് എന്തെങ്കിലും രീതിയിലുള്ള ക്രൂരതകൾ കാണിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാകാം നാട്ടുകാർ ഇത് ശ്രദ്ധിക്കുകയും ഇത് കൂടുതലാവുകയും ചെയ്തുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും പരാതിപ്പെടുകയും ചെയ്തത്. ഈ ഒരു സംഭവത്തിൽ അമ്മയുടെ ഭാഗത്തു നിന്നുമുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? പ്രിയ, ഇത് 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ഇത് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. കുട്ടി അനുസരണക്കേട് കാട്ടിയപ്പോൾ പഴുപ്പിച്ച ചട്ടുകം ഉപയോഗിച്ച് പുറത്തും കൈകാലുകളിലും എല്ലാം തന്നെയും പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. വളരെ മാരകമായ തരത്തിൽ തന്നെ കുട്ടിക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ കുട്ടിയുടെ പുറത്തും കൈകളിലും കാലിലും എല്ലാം തന്നെ മാരകമായി പൊള്ളലേറ്റിട്ടുണ്ട്. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം കുട്ടിയുടെ അച്ഛന്റെ അമ്മ, അതായത് മുത്തശ്ശി, ഇവരെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ പൊള്ളലേറ്റ സമയത്ത് തന്നെ മാതമംഗലത്തിലുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുകയും പ്ലാസ്റ്റിക് കത്തിച്ചപ്പോൾ പൊള്ളലേൽക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയുമായിരുന്നു. എന്നാൽ പിന്നീട് ഈ കാര്യങ്ങൾ കുട്ടി തന്നെ വിശദമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അയൽവാസി ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില അയൽവാസികൾ കുട്ടിയുടെ വീട്ടിലെത്തി നേരിട്ട് തന്നെ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവർ പകർത്തിയ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കുട്ടി പൊള്ളലേൽപ്പിച്ചതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ച കുട്ടി അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. അമ്മയുടെ അച്ഛനും അമ്മയും ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. സംഭവത്തിന് ശേഷമാണ് കുട്ടിയുടെ അച്ഛന്റെ അമ്മൂമ്മ ഈ കുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെയാണ് ഇപ്പോൾ കുട്ടി ഉള്ളത്. ഏതായാലും പോലീസ് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. മറ്റ് നാട്ടുകാരും എല്ലാം തന്നെ എത്തുന്നുണ്ട്. ചൈൽഡ് ലൈൻ പ്രവർത്തകരും അല്പസമയത്തിനകം തന്നെ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മാതാവിനെതിരെ, ഈ ക്രൂരത കാട്ടിയ അമ്മയ്ക്കെതിരെ കേസെടുക്കുമെന്ന് പെരിങ്ങോം പോലീസും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും പോലീസ് പരിശോധിച്ചു വരികയാണ്. കുട്ടികൾക്കെതിരെയുള്ള ക്രൂരത വളരെ കുട്ടികൾക്ക് ഒരു അവസ്ഥ, വളരെ ദയനീയമായ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. കണ്ണൂരിൽ 10 വയസ്സുകാരനോട് അമ്മയുടെ ക്രൂരത, കുട്ടിയുടെ ദേഹമാസകലം അമ്മ പൊള്ളലേൽപ്പിച്ചു. ഇതിന്റെ വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. അഭിമന്യു വധക്കേസിൽ പിടിയിലായ പ്രധാന പ്രതി മുഹമ്മദ് റിഫയെ കൊച്ചിയിലെത്തിച്ചു. ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയും തലശ്ശേരി സ്വദേശിയുമായ മുഹമ്മദ് റിഫയെ ബംഗളൂരുവിൽ നിന്നാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മഹാരാജാസ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാളെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കർണാടകയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന റിഫയെ തന്ത്രപരമായാണ് ബംഗളൂരുവിൽ നിന്ന് അന്വേഷണ സംഘം പിടികൂടിയത്. അഭിമന്യുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച മഹാരാജാസ് കോളേജ് അക്രമത്തിന്റെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് റിഫയാണെന്ന് നേരത്തെ അറസ്റ്റിലായ പ്രധാന പ്രതി JI മുഹമ്മദ് പോലീസിന് മൊഴി നൽകിയിരുന്നു. ക്യാമ്പസിൽ ബോധപൂർവം അക്രമം സൃഷ്ടിക്കാനും കൊലയാളി സംഘത്തെ ഇവിടേക്ക് എത്തിക്കാനും തീരുമാനിച്ചത് റിഫയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പസ് ഫ്രണ്ട് യോഗമായിരുന്നുവെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. കൃത്യത്തിന് ശേഷം റിഫ സ്വന്തം നാടായ തലശ്ശേരിയിലേക്ക് പോയി. ഇവിടെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഷാനവാസിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റിഫയുടെ ഒളിത്താവളം സംബന്ധിച്ച് ഷാനവാസും പോലീസിന് മൊഴി നൽകിയിരുന്നു. തനിക്കെതിരെയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ റിഫ കർണാടകയിലേക്ക് ഒളിത്താവളം മാറ്റുകയായിരുന്നു. എറണാകുളം പൂത്തോട്ടയിലെ സ്വകാര്യ ലോ കോളേജിൽ നിയമവിദ്യാർത്ഥിയായ മുഹമ്മദ് റിഫ ക്യാമ്പസ് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറിയാണെങ്കിലും രഹസ്യമായാണ് ഇയാൾ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഇയാളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. മുഖ്യ സൂത്രധാരനായ റിഫയെ ചോദ്യം ചെയ്യുന്നതോടെ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും ലഭ്യമാവുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതേസമയം അക്രമി സംഘത്തിന് സഹായം ചെയ്തുവെന്ന് പോലീസ് കണ്ടെത്തിയ പ്രതി ഫസലുദ്ദീൻ എറണാകുളം CJM കോടതിയിൽ കീഴടങ്ങി. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വാങ്ങാനായി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഭിമന്യു കൊലപാതകത്തിൽ പിടിയിലായ മുഖ്യപ്രതി മുഹമ്മദ് റിഫ സ്വന്തം നാട്ടിലും നടത്തിയത് രഹസ്യമായ സംഘടനാ പ്രവർത്തനങ്ങൾ. വീട്ടിലെത്തുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ സുഹൃത്തുക്കൾ എന്ന രീതിയിലായിരുന്നു അയൽവാസികൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. റിഫ പിടിയിലായതറിഞ്ഞ് ഞെട്ടലിലാണ് സമീപവാസികൾ. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത കരയറ്റയിലെ തറവാട്ട് വീട്ടിലായിരുന്നു മുഹമ്മദ് റിഫയും കുടുംബവും താമസിച്ചിരുന്നത്. പിതാവ് പോക്കുട്ടി എന്ന് വിളിക്കുന്ന അബൂബക്കർ ഒരു രാഷ്ട്രീയത്തിലും സജീവമല്ലാത്തയാൾ. മുഹമ്മദ് റിഫയും പ്രത്യക്ഷത്തിൽ നാട്ടിൽ സംഘടനാ പ്രവർത്തനം നടത്താറില്ല. എന്നാൽ റിഫയോടൊപ്പവും റിഫയെ കാണാനെന്ന് പറഞ്ഞും ചിലർ വീട്ടിൽ നിരന്തരം എത്താറുണ്ടായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞായിരുന്നു ഇവരെ പരിചയപ്പെടുത്തിയിരുന്നത്.
അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷം മാധ്യമങ്ങളിലൂടെയാണ് മുഹമ്മദ് റിഫ എന്ന കൊലയാളിയുടെ യഥാർത്ഥ മുഖം പ്രദേശവാസികളും അറിയുന്നത്. അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാള് നമ്മുടെ നാട്ടുകാരെന്നറിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ ആഘാതം വളരെ വലുതാണ്. ഈ ചെറുപ്പക്കാരന്റെ വീടുകളിൽ ചില സമയങ്ങളിലെല്ലാം ആളുകൾ വന്നു പോകുന്നതായിട്ട് സമീപവാസികൾ ഞങ്ങൾക്ക് വിവരം തന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇത്തരം ഒരു കൊലപാതകം ആസൂത്രണം ചെയ്യാനായിരുന്നു എന്നുള്ളത് അതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ആലോചിക്കുന്ന വിഷയം. 3 മാസം മുൻപ് SDPIക്ക് സ്വാധീനമുള്ള മട്ടന്നൂർ ശിവപുരത്തിന് അടുത്ത വെമ്പടി എന്ന സ്ഥലത്തേക്ക് കുടുംബം താമസം മാറ്റിയിരുന്നു. അഭിമന്യുവിന്റെ കൊലപാതകത്തിന് ശേഷവും റിഫ ഈ വീട്ടിൽ എത്തി. പിന്നീടാണ് കർണാടകയിലെ ഒളികേന്ദ്രത്തിലേക്ക് മാറിയത്. കരയറ്റയിലെ ഈ വീട്ടിൽ രാത്രികാലങ്ങളിൽ പോലും നിരവധി പേർ സംഘം ചേർന്ന് വന്നിരുന്നു. അന്ന് നാട്ടുകാർ അറിഞ്ഞിരുന്നില്ല കൊലപാതകത്തിന്റെയും കലാപത്തിന്റെയും ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നതെന്ന്. കരയറ്റയിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. എറണാകുളം മഹാരാജാസിൽ മതഭ്രാന്തന്മാരുടെ കൊലക്കത്തിക്കിരയായ അഭിമന്യുവിന്റെ കുടുംബത്തിനായി CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഫണ്ട് ശേഖരണത്തിൽ ലഭിച്ചത് 2,11 ലക്ഷം രൂപ. ജില്ലയിലെ 20 ഏരിയ കമ്മിറ്റികളും വർഗ ബഹുജന സംഘടനകളും 2 ദിവസം കൊണ്ടാണ് ഈ തുക സമാഹരിച്ചത്. ഫണ്ട് ശേഖരണത്തിൽ സഹകരിച്ച എല്ലാ ബഹുജനങ്ങളോടും പാർട്ടി ജില്ലാ കമ്മിറ്റി നന്ദി അറിയിച്ചു. വട്ടവടയിലെ ഒറ്റമുറി വീട്ടിൽ നിന്ന് സ്വപ്നങ്ങളുമായി മഹാരാജാസ് കലാലയത്തിലെത്തിയ അഭിമന്യുവിനെ മതഭ്രാന്തന്മാർ കൊലക്കത്തിക്കിരയാക്കിയപ്പോൾ നഷ്ടപ്പെടുത്തിയത് ഒരു നാടിന്റെ പ്രതീക്ഷകളായിരുന്നു. ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായി CPIM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഫണ്ട് ശേഖരണത്തിലേക്കാണ് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് ധനസഹായം ഒഴുകിയെത്തിയത്. 2,11 ലക്ഷം രൂപയാണ് ജില്ലാ കമ്മിറ്റി ശേഖരിച്ചത്. ഇതിനു പുറമെ 16 മോതിരങ്ങളും 7 കമ്മലും 12 സ്വർണ്ണ നാണയവും 4 വളയും 1 സ്വർണ്ണ ലോക്കറ്റും ലഭിച്ചു. ജില്ലയിലെ 20 ഏരിയ കമ്മിറ്റികളും വർഗ ബഹുജന സംഘടനകളും 2 ദിവസം നടത്തിയ ഹുണ്ടിക പിരിവിലാണ് ഇത്രയധികം തുക സമാഹരിച്ചത്. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവ് ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഫണ്ട് ശേഖരണത്തിൽ പങ്കെടുത്തിരുന്നു. ഫെഡറൽ ബാങ്കിൽ തുടങ്ങിയ അഭിമന്യു കുടുംബസഹായ ഫണ്ടിൽ ബുധനാഴ്ച വരെ എത്തിയ 39,48,070 രൂപയും ഇതിൽ ഉൾപ്പെടും. അഭിമന്യുവിന്റെ സഹായത്തിനായി ഇടുക്കി, എറണാകുളം ജില്ലകളാണ് ഫണ്ട് ശേഖരണം നടത്തിയത്. അഭിമന്യുവിന്റെ കുടുംബത്തിന് പുറമെ പരിക്കേറ്റ അർജുന്റെയും വിനീതിന്റെ ചികിത്സയ്ക്കുമുള്ള പണം ഇതിൽ ഉൾപ്പെടും. കഴിഞ്ഞ ദിവസം വട്ടവടയിൽ പാർട്ടി വാങ്ങി നൽകിയ സ്ഥലത്ത് കോടിയേരി ബാലകൃഷ്ണൻ പുതിയ വീടിനായി തറക്കല്ലിട്ട് കഴിഞ്ഞു. വട്ടവടയ്ക്ക് സ്വന്തമായി ഒരു ലൈബ്രറി എന്ന അഭിമന്യുവിന്റെ സ്വപ്നപദ്ധതിക്കായി പുസ്തക ശേഖരണവും തുടരുകയാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിച്ച ബഹുജനങ്ങളോട് പാർട്ടി ജില്ലാ കമ്മിറ്റി നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള ബിൽ ലോക്സഭ പാസാക്കി. ഇരകളെ രക്ഷിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനുമുള്ള വ്യവസ്ഥകളാണ് ബില്ലിന്റെ കാതൽ. എന്നാൽ ബിൽ മനുഷ്യക്കടത്ത് തടയാൻ പര്യാപ്തമല്ലെന്നും പോരായ്മകൾ ഏറെയുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. ബിൽ പാർലമെന്റിന്റെ വിദഗ്ധ സമിതിക്ക് വിടണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കേന്ദ്ര, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ മനുഷ്യക്കടത്ത് തടയുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ രൂപീകരിക്കണമെന്ന് ലോക്സഭ പാസാക്കിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റക്കാർക്ക് 10 വർഷം കഠിന തടവ് ശിക്ഷ നൽകണം, 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ചുമത്തണം, നിർബന്ധമായി ജോലി ചെയ്യിപ്പിക്കൽ, യാചനയ്ക്ക് അയക്കൽ തുടങ്ങിയവ തടയണമെന്നും ബില്ലിൽ ആവശ്യപ്പെടുന്നു. കേന്ദ്ര വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി മനേകാ ഗാന്ധിയാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. മനുഷ്യക്കടത്ത് നിയമം പാഠപുസ്തകങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് മാനവവിഭവശേഷി മന്ത്രി പ്രകാശ് ജാവേദ്കറോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ സ്വമേധയാ ലൈംഗിക തൊഴിലാളികളായവരുടെയും നിർബന്ധപൂർവ്വം ആയവരെയും ബില്ലിൽ ഒരുപോലെയാണ് കാണുന്നത്. ഇതടക്കം നിരവധി പോരായ്മകൾ ഈ ബില്ലിലുണ്ടെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ബിൽ പാർലമെന്റിന്റെ വിദഗ്ധ സമിതിക്ക് വിടണമെന്ന് CPIM ആവശ്യപ്പെട്ടു. NDA ഘടകകക്ഷിയാണെങ്കിലും ശിവസേനയുടെ നിലപാടും ഇതുതന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ M കരുണാനിധി അതീവ ഗുരുതരാവസ്ഥയിൽ. തമിഴ്നാട് പോലീസ് ചെന്നൈയിൽ ഉന്നതതല യോഗം ചേർന്നു. നേരത്തെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കരുണാനിധിയുടെ ആരോഗ്യനില മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് കാവേരി ആശുപത്രി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നു. രാത്രി തമിഴ്നാട് ഉപമുഖ്യമന്ത്രി പനീർസെൽവവും മക്കൾ നീതിമയ്യം നേതാവും നടനുമായ കമൽഹാസനും അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. അദ്ദേഹത്തിന്റെ വീടിന് സമീപവും DMK ആസ്ഥാനത്തും അണികൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ബന്ധുക്കളടക്കം സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 24 മണിക്കൂറും ഇടവിട്ട് ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തെ പരിശോധിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഉരുട്ടിക്കൊലയ്ക്ക് ഇരയായ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി മുഖ്യമന്ത്രിയെ കണ്ടു. കേസിൽ കോടതി വിധി വന്ന പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. കേസ് നടത്താൻ സർക്കാർ ചെയ്ത സഹായത്തിനും മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ചെയ്ത സഹായത്തിനും നന്ദി പറയാനാണ് മുഖ്യമന്ത്രിയെ കണ്ടതെന്ന് പ്രഭാവതി അമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയെ കാണാൻ മാത്രമല്ല പ്രഭാവതി അമ്മ എത്തിയത്.
തനിക്ക് പിന്തുണ നൽകിയ CPIM-ന്റെ ആ പഴയ പാർട്ടി സെക്രട്ടറിയെ കാണാൻ കൂടിയാണ്. 2005-ൽ തന്റെ മകനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയപ്പോഴും തുടർന്നുള്ള നാളുകളിൽ കേസുമായി മുന്നോട്ടു പോയപ്പോഴും തന്നെ സഹായിച്ചത് സഖാവായിരുന്നു. സഖാവ് പിണറായി വിജയൻ. എന്റെ മകന്റെ മരണത്തിന് കാരണക്കാരായവരെ അന്നത്തെ സർക്കാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും എനിക്ക് കരുത്തു പകർന്നത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി സാറായിരുന്നു. പ്രഭാവതിയമ്മയുടെ ഈ വാക്കുകൾക്ക് വല്ലാത്ത ഊർജ്ജമായിരുന്നു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും നന്ദി അറിയിക്കാനാണ് മുഖ്യമന്ത്രിയെ കാണാൻ വന്നതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാവതിയമ്മ പറഞ്ഞു. സാറിനെ കണ്ടു, എനിക്ക് ഇന്നലെ വരണമെന്നുണ്ടായിരുന്നു. ഇവിടെ വന്ന ആരും വിടൂല്ല. ഈ മേഡത്തിൻ്റെ കൂടെ വന്ന് വിട്ടു. സാറിനെ കണ്ടു. എല്ലാവരുടെയും നിന്നവരുടെയൊക്കെ ഞാൻ നന്ദി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയ ഉദയകുമാറിന്റെ അമ്മ മകന്റെ ഓർമ്മകൾ പങ്കുവച്ച് പൊട്ടിക്കരഞ്ഞു. നൽകിയ പിന്തുണയ്ക്കെല്ലാം നന്ദി പറഞ്ഞു. എന്നാൽ ഇനി അമ്മ കരയരുതെന്നും അമ്മയുടെ പോരാട്ടത്തിനുള്ള പ്രതിഫലമാണ് കോടതി വിധിയെന്നും മുഖ്യമന്ത്രി പ്രഭാവതിയമ്മയെ ആശ്വസിപ്പിച്ചു. എല്ലാ പിന്തുണയും ഇനിയും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകിയാണ് പ്രഭാവതിയമ്മയെ മുഖ്യമന്ത്രി യാത്രയാക്കിയത്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.